ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹവീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ 5th സ്റ്റാൻഡേർഡിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ, അതായത് എ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തുടങ്ങാണ്. കിട്ടുന്നുണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, നെക്സ്റ്റ് എ ഫ്രണ്ട്. നമുക്ക് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ ഇതിന് മുകളിൽ ചെറിയൊരു ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വായിച്ചു തരാമേ. യു ഹാവ് മെനി ഫ്രണ്ട്സ്, ഹാവിൻറ്റ് യു? നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? നിങ്ങൾക്ക് എന്താണ് അവരിൽ, എന്ത് പ്രവൃത്തികൾ അല്ലെങ്കിൽ എന്ത് നല്ല കാര്യങ്ങളാണ് അവരിൽ ഇഷ്ടം കൂടുതൽ? നൗ റീഡ് ദ പോയം അബൌട്ട് എ ട്രൂ ഫ്രണ്ട്. ഒരു സത്യസന്ധനായ ഒരു കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരിയുടെയോ ഒരു കവിതയാണ് ഈ പറയുന്നത്. അതിനു മുമ്പേ നമുക്ക് ഈ കവിതയിലോട്ട് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു പഴഞ്ചൊല്ലും അതേപോലെ ഓതറിനെ പറ്റിയിട്ടും ഒന്ന് പഠിക്കാം കേട്ടോ. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഓതറിനെ പറ്റി നോക്കാം. ആദ്യമേ ഒരു പഴഞ്ചൊല്ലൊന്ന് നോക്കിക്കോളാം. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ സഹായിക്കുന്നവനാണ് ഒരു ഫ്രണ്ട്, ഒരു കൂട്ടുകാരൻ എന്നാണ് പറയുന്നത്. ഓതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഴുതിയ ആള്, പോയറ്റ്. ഓക്കെ, എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു കവിത എഴുതിയത്. ഞാൻ ഇതുവരെ മുമ്പ് ഇങ്ങനെ പേര് കേട്ടിട്ടില്ല കേട്ടോ. സോ 1881 to 1959, അതായത് 1881 ബോൺ ഇൻ ഇംഗ്ലണ്ടിൽ ജനിച്ചു. ഹിസ് ഫസ്റ്റ് പോയം വാസ് പബ്ലിഷ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 17. 17 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത പബ്ലിഷ് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര ചെറുപ്പത്തിൽ തൊട്ടാണ് അദ്ദേഹം എഴുതി തുടങ്ങിയത്. അതായത് ഒരു കവിത എഴുതാൻ 4-5 വർഷം എടുക്കും. നെക്സ്റ്റ്, ഹി ഹാസ് റിട്ടൺ മോർ ദാൻ 11,000 പോംസ്. എന്താണ്, 11,000-ൽ കൂടുതൽ കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1959 എന്താണ് മരിച്ചു. ഓക്കെ, അത് ഇതിൽ എഴുതിയിട്ടില്ല, ഞാൻ പറഞ്ഞതാണ്. നമുക്ക് ഫസ്റ്റ് കവിതയിലോട്ട് പോവാം. നമ്മളിപ്പോൾ ഇതിലൊക്കെ ഈ ഒരു ഓതറിനെ പറ്റിയിട്ട് പഠിച്ചു, ഒരു പഴഞ്ചൊല്ലും പറഞ്ഞു. ഇനി നമുക്ക് നേരെ കവിതയിലോട്ട് പോവാം, ഞാൻ മുകളിലോട്ടും പറഞ്ഞു. സോ കവിതയുടെ പേരാണ് എ ഫ്രണ്ട്. ഓക്കെ, എ ഫ്രണ്ട്. സോ എ ഫ്രണ്ട്, വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ. ഇത് ഫസ്റ്റ് സ്റ്റാൻസയാണ്. സ്റ്റാൻസ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോമിൽ വരുമ്പോഴാണ് സ്റ്റാൻസ. നമ്മളൊരു പാരഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻസ എന്നുള്ളത്. കവിതയിൽ വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ പാഠങ്ങളിലാവുമ്പോഴത്തേക്കിനും പാരഗ്രാഫ് തന്നെയാണ് മലയാളത്തിൽ ഖണ്ഡിക എന്ന് പറയും. സോ ഓക്കെ, എ ഫ്രണ്ട് ഈസ്, ഞാൻ വായിക്കുവാണേ. എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. He comes by chance but stays by choice. Your praises he is quick to voice. എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വിഷമങ്ങളിലും എല്ലാ സന്തോഷങ്ങളിലും പങ്കുചേരുന്നവനാണ്. ഹി കംസ് ബൈ ചാൻസ്, ഒരു അവസരത്തിൽ അവൻ വന്നു ചേർന്നു. പക്ഷേ നമ്മുടെ ഒരു ക്വാളിറ്റി കൊണ്ട്, നമ്മളെ ഒരു നല്ല കാര്യം കൊണ്ടായിരിക്കണം നമ്മുടെ കൂടെ ഇപ്പോഴും അവൻ ഉണ്ടായിരിക്കുന്നത്. എന്താണ്, നല്ല കാര്യങ്ങൾ, എന്തൊരു കാര്യം നമ്മളെ പറ്റിയിട്ട് ആര് ചോദിച്ചാലും നമ്മളെ പറ്റി കുറ്റം പറയുകയോ ഇല്ല, നമ്മളെ പറ്റിയിട്ട് പുകഴ്ത്തും. അവൻ അത്രയും നല്ലൊരു കുട്ടിയാണ്, അവൻ നല്ല ഭംഗിയാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തും. ഓക്കെ, നല്ല ഭംഗി എന്നല്ല, നല്ലൊരു ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തും അല്ലേ. നെക്സ്റ്റ്, സോ ഈ ഒരു 3 വേർഡ്സാണ് ഇതിൻ്റെ അകത്ത് കുറച്ച് പാടായിട്ടുള്ളത്. ഗ്രീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖം, ഷെയർ പങ്കുവയ്ക്കുക, പ്രൈസസ് എന്താ, പുകഴ്ത്തുക. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് സ്റ്റാൻസയിലോട്ട് പോവാം. നോ ഗ്രീവിയസ് ഫോൾട്ട് ഓർ പാസിംഗ് വിൻ ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം ആൻഡ് though your need be great or small, his strength is yours throughout it all. സോ ഓക്കെ, എന്ത് ഗുരുതരമായ എന്ത് ചിന്തകളോ, എന്ത് തെറ്റായിട്ടുള്ള, എന്ത് മോശമായിട്ടുള്ള രീതിയിലുള്ള ചിന്തകളോ ആയിക്കോട്ടെ, അവന് നിങ്ങൾ ഒരു ശത്രുത ഉണ്ടാവില്ല, ഒരു പക ഉണ്ടാവില്ല. അതേപോലെ തന്നെ അവിടെ മറന്നുപോയി. സോ ഓക്കെ, നിങ്ങളുടെ എന്താവശ്യവും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അവൻ നിങ്ങളുടെ അടുത്തുണ്ട് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി
എന്നും ഇവിടെ പറയുന്നുണ്ട്. ഇനി തേർഡ് സ്റ്റാൻസ നോക്കാം. ഇനി ഞാനിതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. ഗ്രീവിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുതരമായ. നെക്സ്റ്റ് ഫോൾട്ട് തെറ്റ, വിമ ചിന്തകൾ, എനിമി ശത്രു. ഓക്കെ, പിന്നീട് അതൊന്നും വേണ്ട, ജസ്റ്റ് അത് അടുത്ത പാരഗ്രാഫിലുള്ളതാട്ടോ. നെക്സ്റ്റ്, നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ടേൺ, യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, ഹി പ്രൈസ്ഡ് യുവർ ട്രംപ് സൂൺ ടു സീ. ഇതാണ് നമ്മുടെ പാരഗ്രാഫ്. ഇനി നമുക്ക് അർത്ഥം നോക്കാം. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലും, നിങ്ങൾ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു പോയാലും, അല്ലെങ്കിൽ സ്കൂൾ മാറി നിങ്ങൾക്ക് പെട്ടെന്നൊരാവശ്യം വന്ന് നിങ്ങൾ സ്കൂൾ മാറിപ്പോയാലും, യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ തന്നെയായിരിക്കും നിങ്ങളുടെ മുൻഗണന, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നന്മ തന്നെയായിരിക്കും അവൻ്റെ ആദ്യത്തെ പരിഗണന. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, നിങ്ങൾക്ക് എന്താവാനാണോ, നിങ്ങളുടെ സ്വപ്നം എന്താണോ, ഹി പ്രേസ് യുവർ ട്രംപ് സൂൺ ടു സീ, പെട്ടെന്ന് അത് വിജയിക്കാൻ വേണ്ടി അവൻ പ്രാർത്ഥിക്കുമെന്നും പ്രാർത്ഥിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. നീഡ് ആവശ്യം, സ്ട്രെങ്ത് ശക്തി, ടേൺ തിരിയുക, വെൽഫെയർ നന്മ, കൺസേൺ ആശങ്ക അല്ലെങ്കിൽ മുൻഗണന, ഡ്രീം സ്വപ്നം, ട്രംപ് വിജയം, പ്രൈസ് പ്രാർത്ഥിക്കുക. ഇനി നോക്കാം നെക്സ്റ്റ് ഇത് ലാസ്റ്റ് പാരഗ്രാഫാണ്, ലാസ്റ്റ് സ്റ്റാൻസ. ഓക്കെ, there is no wish your tongue can tell, but what it is your friends as well. The life of him who has a friend is double guarded to the end. So എന്ന് വെച്ച് കഴിഞ്ഞാൽ there is no wish your tongue can tell, അതായത് നിങ്ങളുടെ നിങ്ങൾക്കൊന്നും നമ്മുടെ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിനോട്, ഒരു ഫ്രണ്ടിനോട് പറയാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്ക് മടിയാണെങ്കിലും അത് കണ്ടറിഞ്ഞ് നടത്തി തരും. എന്തോ ഒരു വാക്കുണ്ട് സാ വെച്ചിട്ട്, പക്ഷെ മറന്നുപോയി. സാക്ഷാത്കരിക്കും എന്നാണ് ആ വാക്ക്. ഞാൻ പെട്ടെന്ന് മറന്നുപോയി, എൻ്റെ നാക്ക് തിരിഞ്ഞില്ല, സോറി. സോ നെക്സ്റ്റ് ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട് ഈസ് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഫ്രണ്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത്, ഒരു ട്രൂ ഫ്രണ്ട് ഉള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ഒരാളാണെങ്കിൽ നമുക്ക് ഗോഡഡ് എന്ന് പറയാം, അതായത് സുരക്ഷിതമായിരിക്കും. പക്ഷേ ഒരു ഫ്രണ്ടും കൂടെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ, ഒരാളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അത് ഏറെ സുരക്ഷിതത്വമായിരിക്കും. ഓക്കെ, അതാണ് ഈ ഒരു കവിതയുടെ മീനിങ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്ന് ഓടിച്ച് വായിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് പോവാം. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നത്, ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ. അതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഈ മഷി വൈറ്റ് ബോർഡ് മാർക്കറിൻ്റെ മഷിയാണ്, അതൊന്നും തോന്നണ്ട. സോ അപ്പോൾ ഇത്രയുള്ളൂ. ബൈ. വീഡിയോയിൽ